പലരെയും നമ്മൾ ജമ്മു കശ്മീരിൽ സംസാരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെ ജീവിതത്തെയും അത് ബാധിച്ചിട്ടുണ്ട്. भैया जो कल जो घटना हुआ कैसे देख रहे हैं आप उसको? सर जी एक्चुअली इसमें हमको बहुत फ़र्क पड़ गया सर. हमारा धंधा पानी ख़त्म हो गया सर. और जो ये लोग कर रहे हैं सर, एक्चुअली वो इंसान नहीं है सर. इंसानियत के नाम पे एक कलंक है. तो उन्होंने एक तो 26-27 फैमिलियों को बर्बाद किया है और ऊपर से जम्मू कश्मीर में जो भी इंडिपेंडेंट इस काम पे था सब टूरिज़्म ख़त्म किया यहाँ पे. तो इन लोगों को ना ऐसा नहीं करना चाहिए सर. इंसानियत के नाम पे ये कलन है सर. ये इंसान नहीं है सर. इस बार तो बहुत टूरिस्टों में आया था जम्मू कश्मीर में. सीज़न ये अभी सीज़न है तो इस पे लोगों अभी जो वापस जा रहे हैं इसका डर हुआ है लोगों. इसमें बहुत डर हो गया. लोग तभी आएंगे जब उनको यहाँ पे अच्छा माहौल रहेगा. तो हमने कोशिश की, हम लोगों ने बहुत कोशिश की इन 3-4 सालों में, बहुत कोशिश की कि ये कश्मीर फिर से स्वर्ग बन जाए. और हमने बनाया भी. पता नहीं इसको किसकी नज़र लगी. तो इससे हमको बहुत फ़र्क पड़ेगा, काम पे बहुत फ़र्क पड़ेगा. तो ये नहीं करना चाहिए इन लोगों को. ये तो बहुत नाइंसाफ़ी हो गई सर. नाइंसाफ़ी हो गई. SKN ഇദ്ദേഹം ഒരു ടാക്സി ഡ്രൈവറാണ്. അദ്ദേഹം പങ്കുവച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ക്രൂരകൃത്യം ചെയ്തവർ മനുഷ്യരല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ച് ജമ്മു കശ്മീരിലെ ടൂറിസം ഏറ്റവും നല്ല ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ 3-4 വർഷങ്ങളായി വലിയ പ്രതീക്ഷകൾ തങ്ങൾക്ക് ഉണ്ടായിരുന്നു. സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു വരികയായിരുന്നു. കൂടുതൽ ആളുകൾ ടൂറിസ്റ്റുകൾ ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്തരത്തിൽ കാര്യങ്ങൾ നല്ല രീതിയിലേക്ക് പോകുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണം ഉണ്ടായത്. അത് ജനജീവിതത്തെ പഹൽഗാമിൽ നിന്ന് നമുക്കിപ്പം ചേർന്ന് നമ്മുടെ വാർത്താ സംഘം പഹൽഗാമിൽ എത്തിക്കഴിഞ്ഞു. നേരിട്ടുള്ള റിപ്പോർട്ടുകൾ പഹൽഗാമിൽ നിന്ന് ഇനി വരുന്ന മണിക്കൂറുകളെല്ലാം എല്ലാ വാർത്താ ബുള്ളറ്റിലും പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം. ബൽറാം നെടുങ്കണ്ടി നേതൃത്വമുള്ള വാർത്താ സംഘമാണ് അതിവിപുലമായ കവറേജ് പഹൽഗാമിൽ നിന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അവിടെ എത്തിയിട്ടുള്ളത്.